ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിരില്ലാഹ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم وَإِذْ يَمْكُرُ بِكَ الَّذِينَ كَفَرُوا لِيُثْبِتُوكَ أَوْ يُخْرِجُوكَ وَيَمْكُرُونَ وَيَمْكُرُ اللَّهُ وَاللَّهُ خَيْرُ الْمَاكِرِينَ. رَبِّ اشْرَحْ لِي صَدْرِي وَيَسِّرْ لِي أَمْرِي. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മളിൽ പലരും അറിയാതെ പുതിയൊരു അറബ് വർഷം, ഹിജ്റ വർഷം നമ്മിൽ നിന്ന് യാത്രയായിരിക്കുകയാണ്. ഹിജ്റ 1448 വർഷത്തിലേക്കാണ് ഇന്നലെ നമ്മൾ ഓരോരുത്തരും പുതിയതായി പ്രവേശിച്ചിട്ടുള്ളത്. ഹാപ്പി ന്യൂ ഇയറുകൾ ആഘോഷിക്കുകയും ന്യൂ ഇയറുകൾ ആകാൻ വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ പല കുടുംബങ്ങൾക്കും ഇസ്ലാമിലെ വർഷമായ ഹിജ്റ വർഷത്തെക്കുറിച്ചോ എന്താണ് ആ വർഷത്തിന്റെ പിന്നിലുള്ള ചരിത്രങ്ങളെന്നോ ആർക്കും അറിയാനും ചിന്തിക്കാനും സാധ്യതയില്ല, സാധിക്കുന്നില്ല എന്നത് തന്നെയാണ് ഇന്നത്തെ മുസ്ലിം സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ജീർണതയും. കാരണം ത്യാഗനിർഭരമായ ഒട്ടേറെ ചരിത്രങ്ങളും നിരവധി സന്ദർഭങ്ങളും ഈ ഹിജ്റയുടെ പിന്നിലുണ്ട്. ഇന്ന് പൊതുവെ ചില ആളുകൾ പറയുന്നത് പോലെ മക്കളുടെ കല്യാണം തീരുമാനിക്കുമ്പോ കല്യാണക്കത്തിലൊന്ന് അറബ് മാസം വെക്കാൻ വേണ്ടി പരതുക, ഇതല്ലാത്ത ഒരു അറിവും ആ അറബ് മാസങ്ങളെ കുറിച്ചോ അറബ് മാസങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഹിജ്റ എന്ന വർഷത്തെക്കുറിച്ചോ അറിയാൻ സാധ്യതയില്ല. ആദർശനിഷ്ഠയും ത്യാഗപൂർണമായ ജീവിതവും അതായിരുന്നു ഹിജ്റയുടെ പാഠം എന്ന് ലോകത്തുള്ള സർവ്വ ഉലമാക്കളും വിശുദ്ധ ഖുർആനും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മുസ്ലിം സമൂഹത്തിന് ഹിജ്റ വർഷം എണ്ണിത്തുടങ്ങിയത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ ക്രിസ്തീയരായ ആളുകൾ ബിഫോർ ക്രിസ്തു ആഫ്റ്റർ ക്രിസ്തു എന്ന ഒരു നിലപാടിനനുസരിച്ച് അവരുടെ ദിവസങ്ങളിലുള്ള ചില മാറ്റങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന കാലഘട്ടത്തിൽ സഹാബക്കളിൽ ചിലർ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഉമറിന്റെ അരികിൽ വന്നു പറഞ്ഞു, ഉമറെ, നമുക്ക് നമ്മളുടെ അറബ് മാസങ്ങളും അവരുടെ മാസങ്ങളും തമ്മിൽ പലപ്പോഴും വ്യത്യാസമുണ്ട്. മാസം കണ്ട് ദിവസം തീരുമാനിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുന്ന നമുക്ക് ആ
ദിവസങ്ങളൊന്ന് ക്ലിപ്തപ്പെടുത്താനും വർഷമൊന്ന് കണക്കാക്കാനും താങ്കൾ ഒരു തീരുമാനമെടുക്കണം ഇന്ന് സ്വഹാബാക്കളിൽ ചിലർ ആവശ്യപ്പെട്ടപ്പോ അന്ന് മുസ്ലിം സമൂഹത്തിലുണ്ടായിരുന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാരെ ഏകോപിപ്പിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു എടുത്ത തീരുമാനമാണ് പ്രവാചകനും സ്വഹാബാക്കളും മദീനയിലേക്ക് ഹിജ്റ പോയ വർഷം ഹിജ്റ 1 എന്ന അർത്ഥത്തിൽ നമുക്ക് വർഷം കണക്കാക്കി എണ്ണിത്തുടങ്ങാം. അങ്ങനെയാണ് ഹിജ്റ വർഷം ഇസ്ലാമിന്റെ ഭാഗമാകുന്നതും മുസ്ലിം സമൂഹത്തിന്റെ ഭാഗമാകുന്നതും. എല്ലാം വെടിഞ്ഞ് സമ്പത്തും കുടുംബവും ഉപേക്ഷിച്ച് അള്ളാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കണം എന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടി മറ്റൊന്നും ചിന്തിക്കാത്ത അവരുടെ യാത്രയെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് പരിചയപ്പെടുത്തി. വഇദ് യംകുറു ബിക്കല്ലദീന കഫറു, പ്രവാചകരെ താങ്കളെയും താങ്കളുടെ വിശ്വാസികളെയും ഈ നാട്ടിൽ നിന്നും ഓടിക്കാൻ വേണ്ടി ശത്രുക്കൾ ചില തന്ത്രം പ്രയോഗിച്ചു. എന്തായിരുന്നു അവരുടെ തന്ത്രം? ലിയുസ്ബിതൂക, ഒന്നെങ്കിൽ നിങ്ങളെ തടവിലാക്കണം, ഔ യഖ്തുലൂക, അല്ലെങ്കിൽ താങ്കളെ കൊല്ലണം, ഔ യുഖ്രിജൂക, അല്ലെങ്കിൽ താങ്കളെ ഈ നാട്ടിൽ നിന്നും ആട്ടിപ്പായിപ്പിക്കണം. വയംകുറൂന, അവരാ തന്ത്രം പ്രയോഗിച്ചപ്പോ വയംകുറുല്ലാഹ്, അല്ലാഹുവും ഒരു തന്ത്രം പ്രയോഗിച്ചു. ആ തന്ത്രം എന്താണെന്ന് നമുക്ക് മദ്രസ കാലഘട്ടത്തിൽ പഠിച്ചിട്ടുണ്ട്. എല്ലാ ഗോത്രക്കാരും കൂടി നബിയെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുന്നു. പ്രവാചകന്റെ വീട്ടിന്റെ പുറത്തവർ കാത്തു നിൽക്കുന്നു. അവസാനം പടച്ച റബ്ബിന്റെ കൽപ്പന പ്രകാരം സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് വിരിപ്പിൽ കടക്കുന്നു. ശത്രുക്കൾക്ക് പെട്ടെന്നൊരു മയക്കം ബാധിക്കുന്നു. അവർക്ക് നടുവിലൂടെ പ്രവാചകനും സിദ്ദീഖുൽ അക്ബറും നാടിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നു. എന്നിട്ട് റബ്ബ് ഓർമ്മപ്പെടുത്തി, വല്ലാഹു ഖൈറുൽ മാകിരീൻ, ലോകത്താരെന്ത് തന്ത്രം പ്രയോഗിച്ചാലും റബ്ബിനോളം തന്ത്രം പ്രയോഗിക്കുന്ന ഒരാൾ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നില്ല, അല്ലാഹു അല്ലാതെ. സത്യത്തിൽ എന്തിനായിരുന്നു ആ യാത്ര? ഇന്ന് മുസ്ലിം സമൂഹത്തിൽ കയറിക്കൂടിയിട്ടുള്ള സർവ്വ അന്ധവിശ്വാസങ്ങൾക്കും സർവ്വ ബഹുദൈവ വിശ്വാസങ്ങൾക്കും ആ ഹിജ്റയിൽ മാതൃകയുണ്ട്. പാടില്ല എന്ന് ചിന്തിക്കാൻ. എന്തിനായിരുന്നു ഹിജ്റ? നബിത്തങ്ങൾ ഹിജ്റ പോയിട്ടില്ല എന്ന് ഇവിടെ ആർക്കും വാദല്ല. അള്ളാഹുവിന്റെ നബിത്തങ്ങളും സഹാബത്തും ഹിജ്റ പോയിട്ടുണ്ട്, ആ നാട് വിട്ടു പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എന്തിനായിരുന്നു ഹിജ്റ? അള്ളാഹുവിന്റെ പ്രവാചകൻ നാട്ടിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയോ? അങ്ങനെയാണല്ലോ പൊതുവെ സംഭവിക്കാറുള്ളത്. നാട്ടിൽ എന്തെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാൽ അവൻ നാടുവിടും. എന്തെങ്കിലും സ്ത്രീ സംബന്ധമായ വിഷയത്തിൽപ്പെട്ടാൽ നാടുവിടും. ആരെയെങ്കിലും സാമ്പത്തികമായി പറ്റിച്ചാൽ നാടുവിടും. അധികാരത്തിന് വേണ്ടി പണിയെടുത്തിട്ടും കിട്ടാതാകുമ്പോൾ നാടുവിടും. പക്ഷെ എന്തിനാ നബിത്തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയത്? സാമ്പത്തിക കുറ്റകൃത്യം ലോകത്താരും ആരോപിച്ചിട്ടില്ല. പെണ്ണു വിഷയമോ അധികാര വിഷയമോ ലോകത്താരും ആക്ഷേപിച്ചിട്ടില്ല. മറിച്ച് അല്ലാഹുവിന്റെ നബിത്തങ്ങൾ പോകാനുള്ള കാരണം 40ാമത്തെ വയസ്സ് വരെ പ്രവാചകന് അൽ അമീനെ എന്ന് വിളിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്ന അതേ മക്കക്കാർ അള്ളാഹുവിന്റെ പ്രവാചകന്റെ നേരെ തിരിഞ്ഞു. കൊടിയ പീഡനങ്ങളും കൊലപാതകത്തിലേക്കും അതെത്തുമെന്നായി. എന്തുകൊണ്ടാ 40ാമത്തെ വയസ്സ് വരെ അൽ അമീനായ നബിത്തങ്ങളെ 40ാമത്തെ വയസ്സിൽ ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ അവരത്രത്തോളം വെറുക്കാനുള്ള കാരണം? ആ കാരണം വിശുദ്ധ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തി. അന്ന് മക്കയിലുണ്ടായിരുന്ന ഖബറിന്റെ അരികിൽ പോയി പ്രാർത്ഥിക്കുന്ന ഏർപ്പാട് ശരിയല്ല എന്ന് നബി തങ്ങൾ പറഞ്ഞു. ഇതല്ലാത്ത ഒരു വിഷയവും റസൂലുള്ളാഹിക്ക് നാടുവിടേണ്ടി വന്നിട്ടില്ല. ഇതല്ലാത്ത ഒരു ആരോപണവും മക്കക്കാർ നടത്തിയിട്ടുമില്ല. ലാത്ത എന്ന ഖബറിങ്കൽ പോയും ഉസ്സ എന്ന മരത്തെ ആരാധിച്ചും കഅബാലയത്തിന്റെ ചുറ്റും നിർമ്മിച്ചിരുന്ന പല പ്രവാചകന്മാരുടെയും ഖബർ പ്രതിഷ്ഠകൾക്ക് മുൻപിൽ സുജൂദ് ചെയ്യുകയും ലാത്തയുടെ ഖബറിങ്കൽ പോയി, ലാത്തേ ഇന്റെ കച്ചവടം എളുപ്പാകണം, ലാത്തേ ഇന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസം നീങ്ങിക്കിട്ടണം, മക്കളില്ലാത്തതിന്റെ പേരിലും കച്ചവടം പൊളിഞ്ഞതിന്റെ പേരിലും സുക്കേട് ബാധിച്ചതിന്റെ പേരിലുമൊക്കെ അന്ന് മക്കക്കാരിൽ ബഹുഭൂരിപക്ഷം ആളുകളും അന്ന് ലാത്തയുടെ ഖബറിങ്കൽ പോകുന്ന ആളുകളായിരുന്നു. ആ ഖബറാവട്ടെ അരഉയരത്തിൽ കുമ്മായമിട്ട് പൊന്തിച്ചിട്ടുണ്ടായിരുന്നു മക്കയിൽ. ആ ഖബറിൽ പച്ചപ്പട്ട് വിരിക്കുകയും ആ ഖബറിന്റെ മേലെ പ്രത്യേകം ഒരു എണ്ണ ഒഴിക്കുകയും ആ ഖബറിന്റെ മേലെ വെച്ച് പ്രത്യേകതരമായ ചില പ്രാർത്ഥനകളും ആ ഖബറിനെ ഒഴിഞ്ഞുകൊണ്ട് അതിന്റെ ബർക്കത്തെടുക്കാൻ വരുന്നവർക്ക് ഒരു പ്രത്യേക വെള്ളം കൊടുക്കലുകളും ആ ഖബറിന്റെ മുകളിലൂടെ തഴുകിയ കൈ ഉപയോഗിച്ചൊരു ആശീർവാദം കൊടുക്കലും
ഇതൊക്കെ അന്ന് മക്കയിലുണ്ടായിരുന്നു. ആ മക്കക്കാരോട് നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങളത് ചെയ്യരുത്. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും, റബ്ബ പറയുന്നു, നിങ്ങൾ അവരെ പ്രാർത്ഥിച്ചാൽ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്നവർ കേൾക്കൂല. വലൗ സമീഉ, ഇനി നിങ്ങളുടെ സമാധാനത്തിന് നിങ്ങൾ കേൾക്കുന്നു വിശ്വസിച്ചാലും, മസ്തജാബൂലക്കും, എങ്ങനെയാ ഖബറിന്റെ ഉള്ളിലുള്ളവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുക? എങ്ങനെയാ ഖബർ കിടക്കുന്നോ നിങ്ങളെ അറിയുക? എങ്ങനെയാ ഖബർ കിടക്കുന്നോ നിങ്ങളോട് സംസാരിക്കുക? അതുകൊണ്ട് തീർച്ചയായും സഹാബത്തെ, അല്ലെങ്കിൽ ജനങ്ങളെ, നിങ്ങൾ ഖബറിങ്കിലേക്ക് പോകരുത്. ആ ഖബർ നിങ്ങൾ തള്ളിക്കളയണം, പൊട്ടിച്ചു കളയണം. നിങ്ങൾ ഉസ്സ എന്ന മരത്തെ വെട്ടിമാറ്റണം. കാരണം ഉസ്സ എന്ന മരത്തിന്റെ അടുത്ത് പോയിട്ട് ചിലർ ബർക്കത്തെടുക്കും. അതോടുകൂടി മക്കയിലെ ഭൂരിപക്ഷം ആളുകളും പ്രവാചകന്റെ നേരെ തിരിഞ്ഞു. അവർ ചോദിച്ച ചോദ്യം, മുഹമ്മദേ, ഞങ്ങളെ വാപ്പാരും വാപ്പന്റെ വാപ്പാരും എന്റെ വാപ്പയും ഇതൊക്കെ ചെയ്തിട്ട് അവിടെ ജീവിച്ച്, ഇപ്പൊ ഈ എനക്കൊരു പുതിയ കാര്യം കിട്ടിയപ്പോ എനിക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ അധികാരത്തിന്റെ പേരിലാണെങ്കിൽ എനിക്ക് അധികാരം തരാം. അതല്ല ഖുറൈശ് ഗോത്രത്തിലെ സുന്ദരിയായ പെണ്ണിനെ വേണോ, നിനക്ക് തരാം. അതല്ല നീ ചോദിക്കുന്നത് എന്തും തരാം. വാപ്പയൊക്കെ ചെയ്തതും നിന്റെ വാപ്പ അബ്ദുള്ള ചെയ്തതുമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ, അത് നീ മുടക്കാൻ നിൽക്കണ്ട. ലോകത്തിന്റെ നിമിത്തങ്ങൾ അത് സ്വീകരിക്കാതെ വീണ്ടും വീണ്ടും ദഅവത്ത് നടത്തി. ശത്രുക്കൾ പല അടവുമെടുത്ത് അന്ന് പ്രവാചകനെ സംരക്ഷിച്ചിരുന്ന അബൂ ത്വാലിബിന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞു, അബൂ ത്വാലിബേ, താങ്കൾക്ക് പകരം പോറ്റാൻ ഞങ്ങൾ വേറൊരു സുന്ദരനെ തരാം. മുഹമ്മദിനെ ഞങ്ങൾ വധിക്കും, മുഹമ്മദിനെ ഞങ്ങൾ കൊല്ലും. അത് ഏശുന്നില്ല എന്ന് കണ്ടപ്പം വീണ്ടും അവർ അബൂ ത്വാലിബിന്റെ അരികിൽ വന്ന് പറഞ്ഞു, അബൂ ത്വാലിബ്, മുഹമ്മദിനോട് പറയണം ഏത് ഗോത്രത്തിന്റെ നേതാവാക്കണമെന്ന് ഞങ്ങളാക്കാം. എന്ത് ഭൗതിക നേട്ടം വേണമെന്ന് പറയണം. സത്ത് വേണോ, മൂർച്ചയേറിയ ആയുധം വേണോ, ഭംഗിയുള്ള സ്ത്രീകൾ വേണോ, എന്തും കൊടുക്കാം. പക്ഷെ മുഹമ്മദിനോട് പറയണം ലാത്തന്റെ കബറിങ്കിലേക്ക് പോകാൻ പാടില്ല എന്നുള്ള പറച്ചിൽ നിർത്താൻ പറയണം. വീണ്ടും അത് ഏൽക്കുന്നില്ല എന്ന് കണ്ടപ്പം അവരും അബൂ ത്വാലിബിന്റെ അരികിൽ വന്ന് പറഞ്ഞു, അബൂ ത്വാലിബേ, ഞങ്ങളുടെ കബറിനെ കാണുമ്പം ഒന്ന് കൈകൊണ്ട് വണങ്ങിയാ മതി. ഒന്ന് കൈകൊണ്ട് വണങ്ങിയിട്ടൊന്ന് നെഞ്ചത്തോ മുഖത്തോ ഒന്ന് തടവിയാ മതി. അതും ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ എത്തുമ്പോ ഒന്ന് കണ്ണുകൊണ്ടൊന്ന് ആംഗ്യം കാണിച്ചാ മതി. ലോകത്തിന്റെ നബിത്തങ്ങളോട് അബൂ ത്വാലിബ് അത് പറഞ്ഞപ്പോ പറഞ്ഞു, പ്രിയപ്പെട്ട ആളാപ്പ, എന്റെ വലത്തെ കൈയിൽ സൂര്യനും ഇടത്തെ കൈയിൽ ചന്ദ്രനെയും തന്നാലും ആ കബറിന്റെ അരികിൽ പോകുകയോ കബറിനെ അംഗീകരിക്കുകയോ കബറിനോട് പ്രാർത്ഥിക്കുകയോ ചെയ്യാൻ മുഹമ്മദിനെ കൊണ്ട് സാധിക്കുകയില്ല. എന്റെ റബ്ബനോട് അത് കൽപ്പിച്ചിട്ടില്ല. അത് ശിർക്കാണെന്നും പാപമാണെന്നും എന്റെ റബ്ബനോട് കൽപ്പിച്ചിട്ടുണ്ട്. അതോടുകൂടി ശത്രുക്കൾ അബൂ ത്വാലിബിന്റെ അരികിൽ വന്ന് പറഞ്ഞു, അബൂ ത്വാലിബേ, ഞങ്ങൾ മുഹമ്മദിനെ കൊല്ലും. പക്ഷേ അന്ന് ഖുറൈശ് ഗോത്രത്തെ എല്ലാവർക്കും കാരണവരായിരുന്ന അബൂ ത്വാലിബ് ജീവിച്ചിരിക്കുമ്പോ അത് ചെയ്യാൻ അവർക്ക് മടി തോന്നിയിരുന്നു. പക്ഷേ അബൂ ത്വാലിബ് മരണപ്പെടുകയും പ്രവാചകന്റെ പ്രിയപ്പെട്ട സംരക്ഷണം കൊടുത്ത ഖദീജ ബീവി റസൂലിന്റെ ജീവിതത്തിൽ നിന്ന് വിടവാങ്ങുകയും ചെയ്ത ആ കൊല്ലം, പ്രവാചകൻ കണ്ണുനീരോടെ ദുഃഖത്തിന്റെ വർഷം എന്ന് പറഞ്ഞ ആ കൊല്ലം, അബൂ ത്വാലിബും ഖദീജയും പോയി എന്ന് കണ്ടപ്പോ മക്കക്കാരിലെ ഗോത്രക്കാർ ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, നല്ല അവസരമാ, ഇനി ആരും ചോദിക്കാനില്ല, മുഹമ്മദിനെ നമുക്ക് കൊല്ലാം, മുഹമ്മദിന്റെ അനുയായികളെ ഉപദ്രവിക്കാം. അന്ന് മുതൽ അവർ ഉപദ്രവിക്കാൻ തുടങ്ങി. രഹസ്യമായ പല ഉപദ്രവങ്ങളും പരസ്യമാക്കാൻ തുടങ്ങി. അതോടുകൂടി അവർ പ്രവാചകനെ കൊല്ലാനും തീരുമാനിച്ചു. ആ തീരുമാനം അറിഞ്ഞപ്പോ അള്ളാഹുവിന്റെ കൽപ്പന വന്നു, നബിയെ അവർ കൊല്ലും, അതുകൊണ്ട് താങ്കൾ മദീനയിലേക്ക് നാടുവിട്ടു പോകുക. റബ്ബിന്റെ കൽപ്പന പ്രകാരം അങ്ങനെ പ്രവാചകൻ മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയി. എന്തിന്? അള്ളാന്റെ ദീന് സംരക്ഷിക്കാൻ, തൗഹീദ് സംരക്ഷിക്കാൻ, ജാറത്തിങ്കൽ പോകരുതേ എന്ന് പറഞ്ഞത് സ്ഥാപിക്കാൻ, മരിച്ച കബറാളിയുടെ അരികിൽ പോയി ബർക്കത്തെടുക്കല്ലേ എന്ന് സ്ഥാപിക്കാൻ. ഇതല്ലാത്ത ഒരു കാരണവും നബിത്തങ്ങൾ മക്ക വിട്ടു പോകാനില്ല. ഒരു അന്യായവും റസൂലുള്ള മക്കക്കാരോട് ചെയ്തിട്ടില്ല. മക്കയിൽ ഒരു മനുഷ്യൻ പോലും ഇതല്ലാത്തൊരു ആരോപണം നബീന്റെ നേരെ നടത്തിയിട്ടില്ല. ആ തൗഹീദ് സംരക്ഷിക്കാനാണ് നബിത്തങ്ങൾ പോയതെങ്കിൽ, അതേ തൗഹീദ് സംരക്ഷിക്കാനാണ് സഹാബത്ത് ബദറിൽ വന്നതെങ്കിൽ, ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ എന്താ? ജാറങ്ങളായ ജാറങ്ങളും മക്കബറുകളും കയറി നിരങ്ങുന്നവർ, ലോകത്തേറെ ഇല്ലാത്ത നിലയ്ക്ക് ജാറങ്ങളെ പരിപോഷിപ്പിക്കുന്നവർ, ഇല്ലാക്കഥകളും കെട്ടുകഥകളെയും കൊണ്ട് ജാറ വ്യവസായം വാണിജ്യവൽക്കരിക്കുന്നവർ. അന്ന് മദീനയിലേക്ക് പ്രവാചകൻ ഹിജ്റ പോയി തിരിച്ചു മദീനയിൽ നിന്നും മക്കയിലേക്ക് വിജയിച്ചിട്ടാ തിരിച്ചു വരുന്ന വർഷങ്ങൾക്ക് ശേഷം. ആ തിരിച്ചു വന്ന നബിത്തങ്ങൾ മക്കയിൽ വന്നപ്പോൾ ആദ്യം ചെയ്തതെന്താ? എന്തിനാണോ റസൂലിനെ അവര് നാട് കടത്തിയത്, എന്തിനാണോ പ്രവാചകൻ അവർ ഉപദ്രവിച്ചത്, ആ ഉപദ്രവിക്കാൻ കാരണമായ ലാത്തയുടെ കബറടക്കം
അന്ന് അവർ കെട്ടിപ്പൊക്കിയ സർവ്വ കബറും റസൂൽ ആദ്യം അടിച്ചു നിരപ്പാക്കി. മകളുടെ ഭർത്താവ് അലി ഇബ്നു അബീ ത്വാലിബിന്റെ നേതൃത്വത്തിൽ അന്ന് പൊളിച്ച കബറ് ഇന്ന് വരെ 1448 കൊല്ലത്തിന് ശേഷം ഇന്ന് വരെ ലോകത്തെ ഏറ്റവും നല്ല ഔലിയാക്കൾ കിടക്കുന്ന ഉഹദീങ്ങളും ബദരീങ്ങളും ഖന്തക്കീങ്ങളും ഖൈബരീങ്ങളും കിടക്കുന്ന ആ മക്കയിലോ മദീനയിലോ ഒരൊറ്റ കബർ കെട്ടിപ്പൊക്കിയത് കാണാൻ പറ്റൂല. അവരെക്കാളും വലിയ ഔലിയാക്കൾ ലോകത്ത് വന്നിട്ടുമില്ല. പക്ഷെ ഇന്ന് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ജാറങ്ങളുണ്ട്. നമ്മളെ പള്ളിയുടെ പിന്നാമ്പുറത്തും മുന്നാമ്പുറത്തും ജാറങ്ങളുണ്ട്. അവിടേക്ക് പോകരുതേ, പ്രാർത്ഥിക്കരുതേ, മന്ത്രിച്ചൂതല്ലേ, നിന്റെ ബദരീങ്ങളെ എന്ന് വിളിക്കല്ലേ, നിന്റെ മമ്പർത്തങ്ങളെ എന്ന് പറയല്ലേ. കാരണം അവരൊക്കെ അള്ളാന്റെ അടുത്ത് ശ്രേഷ്ഠന്മാരാ, അവരെ കാര്യം നോക്കിപ്പോയവരാ. പക്ഷെ ഇന്നും കേരളത്തിന്റെ മണ്ണിൽ ആ അന്ധതയും ബഹുദൈവ വിശ്വാസവും മുസ്ലിമീങ്ങളുടെ പേരിൽ തന്നെ പ്രചരിപ്പിക്കപ്പെടുമ്പോ ലാഭം നോക്കിയും പണം നോക്കിയും അള്ളാഹുവിന്റെ ദീനിനെ വിൽപ്പന നടത്തുന്ന അവർക്ക് മുൻപിൽ ഹിജ്റ കൊടുക്കുന്ന പാഠം ആദ്യത്തേത് തൗഹീദിന്റെ സംരക്ഷണമാ ഹിജ്റ. തൗഹീദിന് വേണ്ടി ജീവിച്ചവരാണ് ഹിജ്റക്കാര്. അതോടൊപ്പം തന്നെ ലോകത്തിന്റെ പ്രവാചകനോടുള്ള അടങ്ങാനാവാത്ത വിശ്വാസം. ജീവിതത്തിന്റെ 40ാമത്തെ വയസ്സിൽ അൽ അമീനായി ജീവിച്ച് കാണിച്ചു തന്നൊരു പ്രവാചകനോട് അവർ കാണിച്ച വിശ്വാസവും അവർ കാണിച്ച സ്നേഹവും, ദീൻ ഏറ്റെടുത്തതിൽ പ്രവാചകനോട് അവർ കാണിച്ച ആത്മാർത്ഥത എത്രമാത്രം എന്ന് ചോദിച്ചാൽ ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോ സഈദ് റളിയല്ലാഹു അൻഹുവിനെ കൂഫയിലെ ഗവർണറായി ഉമർ റളിയല്ലാഹു അൻഹു നിശ്ചയിച്ചു. അവസാനം മാസങ്ങൾക്ക് ശേഷം കൂഫയിലേക്ക് ചെന്നപ്പം കൂഫക്കാര് സഈദ് എന്ന ഗവർണറെ പറ്റി പരാതി പറഞ്ഞു. അതിലൊന്ന്, സഈദ് നേരം വെളുത്താൽ 10 മണിയാകും വീട്ടിന്റെ പുറത്തിറങ്ങാൻ. കാരണം എന്താന്ന് ചോദിച്ചപ്പോ സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമറേ, എനിക്കൊരു കുപ്പായുള്ളൂ, അതോടൊപ്പം തന്നെ എന്റെ കുടുംബത്തിൽ എനിക്ക് കുറെ മക്കളും ഉണ്ട്. ആ മക്കളെയൊക്കെ രാവിലെ ഒന്ന് ഒരുക്കി അവർക്കുള്ള ഭക്ഷണമൊക്കെ ഭാര്യന്റെ കൂടെ ഒരുക്കി അവരെയൊക്കെ ഒന്ന് ഉറക്കുന്ന വിളിച്ചുണർത്തിയിട്ട് ഭംഗിയാക്കി കുളിപ്പിച്ചൊക്കെ മാറ്റുമ്പോഴേക്കും എന്റെ നേരം ചിലപ്പോ 9 or 10 ആവും. അതുകൊണ്ടാവും ഉമറേ. രണ്ടാമത്തെ ആരോപണം, സഈദ് പുറത്തേക്കൊരു ദിവസം വരാറില്ല. സഈദ് പുഞ്ചിരിയോടെ പറഞ്ഞു, അതും ശരിയാവും ഉമറേ, എനിക്കൊരു കുപ്പായുള്ളൂ, ആ കുപ്പായ ഒരു ദിവസം ഞാൻ അലക്കിടും, ആഴ്ചയിൽ പുറത്തേക്ക് വരാറില്ല. ആ പറഞ്ഞ കൂട്ടത്തിൽ ശത്രുക്കൾ പറഞ്ഞ മറ്റൊരു ആരോപണമായിരുന്നു, സഈദ് ഇടക്കിടക്ക് നടന്നു പോകുമ്പം പെട്ടെന്ന് ബോധം കെട്ടുപോകും, എന്തോ ബാധിച്ചവനെ പോലെ, ചുഴലി പിടിച്ചവനെ പോലെ പേടിച്ച് ബോധം കെട്ടുപോകും. ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിച്ചു, എന്തേ സഈദ് കാരണം? പറയാനൊരുങ്ങുന്ന സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് നിറയാൻ തുടങ്ങി. കണ്ണുനീരോട് അദ്ദേഹം പറഞ്ഞു, ഉമറേ, എനിക്കൊരു ജാഹിലിയ കാലുണ്ടായിരുന്നു. മുഹമ്മദിനെ മക്കക്കാർ എറിഞ്ഞോട്ടുകയും മുഹമ്മദിന്റെ നേലേക്ക് പല ആരോപണങ്ങളും പല പ്രയാസങ്ങളും അവർ വരുത്തുമ്പോ അന്ന് ഞാൻ പണിയെടുത്തത് പ്രവാചകന്റെ ശത്രുവായിരുന്ന ഒരു മനുഷ്യന്റെ കൊല്ലപ്പണി ആലയിലായിരുന്നു. അന്ന് എന്റെ കൂടെ പണിക്കുണ്ടായിരുന്ന മറ്റൊരടിമയായിരുന്നു ഖുബൈബ് റളിയല്ലാഹു അൻഹു. എപ്പോഴോ ഇസ്ലാം സ്വീകരിച്ചു എന്ന് ഞാൻ പോലും അറിയുന്നതിന്റെ മുൻപേ രഹസ്യമായി ഇസ്ലാം സ്വീകരിച്ച ഖുബൈബ് എന്ന അടിമയെപ്പറ്റി യജമാനൻ മനസ്സിലാക്കിയ യജമാനൻ ഞങ്ങളോട് 2 പേരോടും ഒരു ഇരുമ്പിന്റെ പരവതാനി ആ ഒരു ഇരുമ്പിൽ വെച്ച് ചൂടിൽ വെച്ച് ചൂടാക്കാൻ കൽപ്പിച്ചു. ആ കൊല്ലപ്പണി ആലയിൽ ഞാനും ഖുബൈബും കൂടി ഒരുമിച്ച് ആ പരവതാനി ഉണ്ടാക്കി. ആ കത്തിയാളുന്ന തീയിന്റെ മുൻപിൽ വെച്ച് ആ പരവതാനി എന്തിന് എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു നിൽക്കുമ്പോ എന്റെ കൺമുൻപിൽ വെച്ച് യജമാനൻ ഖുബൈബിനെ ആ ഇരുമ്പിന്റെ പരവതാനിയിലേക്ക് പിടിച്ചു കടത്തുകയും ഈത്തപ്പന നാടുകൊണ്ട് വരിഞ്ഞു കെട്ടിക്കളയുകയും ചെയ്തു. പുറമൊന്നാകെ പൊള്ളിപ്പൊളിഞ്ഞ ഖുബൈബ് ആർത്ത് കരയാൻ തുടങ്ങി. ദേഷ്യം തീരാത്ത യജമാനൻ അതുവരെ കത്തിച്ച വടലെടുത്ത് വീണ്ടും ഖുബൈബിന്റെ മുതുക്കത്ത് കുത്താൻ തുടങ്ങി. ഖുബൈബിന്റെ പുറത്തേക്ക് കുത്തുന്ന ആ വിറകുകൊള്ളികൾ ഖുബൈബിന്റെ രക്തം കാരണവും നീര് കാരണവും കെട്ടുപോകപ്പോ എന്റെ നേരെ നീട്ടിയിട്ട് യജമാനൻ പറഞ്ഞു, കത്തിക്ക് സഈദേന്ന്. എന്തിനാ ഖുബൈബിനെ ഇത്രത്തോളം ദ്രോഹിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ച് പിന്നീട് അറിഞ്ഞത് മുഹമ്മദ് എന്ന പ്രവാചകനിൽ വിശ്വസിച്ചതിന്റെ പേരിലാണെന്ന്. ആ കാഴ്ച ഇന്നും എന്റെ മനസ്സിലുണ്ട് ഉമറേ. ഇടക്കിടക്ക് എന്റെ മനസ്സിൽ ആ ചിന്ത വരും. ആ കാഴ്ച ഞാൻ കാണും മനസ്സിൽ. ഖുബൈബ് വേദന കൊണ്ട് പൊളയുന്നതും ഖുബൈബിന്റെ പുറമാകെ പൊള്ളിയതും ആ കാഴ്ച കാണുമ്പോ ഞാനൊന്നും പടച്ചോന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോ എനിക്ക് സങ്കടം കൊണ്ട് എന്റെ നെഞ്ചുപൊട്ടി തോന്നും, ഞാൻ ബോധം കെട്ടുപോകും. അവിടെ നിന്ന് അങ്ങോട്ട് മരണം വരെ ഉമർ ഇബ്നുൽ ഖത്താബ് ഖുബൈബിന്റെ മുതുക് കാണാൻ ചെന്നു. എന്നും നേരം വെളുക്കുമ്പം സുബഹി നിസ്കരിച്ച് മദീന പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ മുതുക്കത്തുള്ള തോർത്തുമുണ്ട് ഇങ്ങനെ മാറ്റി ഉമർ ഇങ്ങനെ കരയും. സഹാബത്ത് ചോദിച്ചു, ഉമറേ എന്തേ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബാക്കളോട് ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞത്, ഞാനൊക്കെ സ്വർഗത്ത് കയറാൻ മാത്രം ഒന്നും സഹിച്ചിട്ടില്ല എന്നും എന്റെ ഒക്കെ എത്രയോ മുൻപായിരിക്കും ഖുബൈബൊക്കെ റസൂലിന്റെ കൂടെ പോകാമെന്നും
അള്ളാന്റെ സ്വർഗത്തിൽ അവരെ ഒരുമിച്ചായിരിക്കുന്നൊക്കെ ചിന്തിക്കുമ്പോ എനിക്ക് സങ്കടം തോന്നുന്നു സഹാബത്തെ, ഇനിയും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ. ഇങ്ങനെയായിരുന്നു അവർ പ്രവാചകനെ സ്നേഹിച്ച്. ആ സ്നേഹമുള്ളതുകൊണ്ട് അവർ മക്ക ഭാരിച്ച സമ്പത്തുകളുമായി വന്ന സുഹൈബ് റൂമി മക്കയിലെ നിന്ന് മദീനയുടെ അതിരിലെത്തിയപ്പോൾ ശത്രുക്കൾ വളഞ്ഞു. 100 കണക്കിന് ഒട്ടകപ്പുറത്തുള്ള ധാന്യങ്ങളും ഭക്ഷണവും അതോടൊപ്പം സ്വത്തും കണ്ടിട്ട് അവർ ചോദിച്ചു, സുഹൈബെ, ഈ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ബിസിനസ് നടത്തി ഉള്ള മുതലേറ്റ് നാടുവിടുകയെ? അദ്ദേഹം ചോദിച്ചു, സ്വത്തുങ്ങളെടുത്തോ, ഇന്ന പ്രയാസമില്ലാണ്ട് യാത്ര ചെയ്യാൻ സമ്മതിക്കോ? അവരനുവദിച്ചു. ആ കോടിക്കണക്കിന് സ്വത്ത് സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു മക്കയിൽ ഉപേക്ഷിച്ചു പോയി. അബൂസലമയും ഉമ്മുസലമയും മകളെയും കൂട്ടി പുറപ്പെട്ടു. വൈവക്കലെത്തിയപ്പം ഉമ്മുസലമ എന്ന അബൂസലമന്റെ ഭാര്യന്റെ ആൾക്കാർ വളഞ്ഞിട്ടിട്ട് പറഞ്ഞു, ഞങ്ങളെ പെണ്ണുങ്ങളെയും അപ്പെണ്ണിലുണ്ടായ കുഞ്ഞിനെയും കൊണ്ടുപോകാൻ സമ്മതിക്കൂല, എനിക്ക് വേണേ ഒറ്റക്ക് പോകാം. അവസാനം അദ്ദേഹവും ഒറ്റക്ക് പുറപ്പെട്ടു. ഇതൊക്കെ അവർ സ്നേഹിച്ചത് അള്ളാഹുവിന്റെ പ്രവാചകനെയായിരുന്നു. ആ സ്നേഹമാ ഹിജ്റയുടെ പാഠം, ആ സന്ദേശമാ ഹിജ്റയുടെ വർഷം. ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കുന്ന ഒരു മനുഷ്യൻ അതിന്റെ പിന്നിലുള്ള ചരിത്രം അറിയൂല. 12 മണിക്ക് ബീച്ചിൽ ചെന്നിരുന്നിട്ട് മാനം നോക്കിയിട്ട് പടകം പൊട്ടുന്നത് കണ്ടിട്ടും കേക്ക് മുറിച്ചിട്ടും ജീവിക്കുന്നവൻ ഇതിന്റെ ചരിത്രം അറിയൂല. അത് തന്നെയാ ഇന്ന് മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ജീർണതയും. ഹിജ്റ വർഷം ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോയി എന്ന് ചിന്തിക്കുമ്പോ 1447 കൊല്ലം മുൻപ് നബിത്തങ്ങൾ ഈ ലോകത്തുണ്ട്, മക്കയിലുണ്ട്, മദീനയിലുണ്ട്. 1400 കൊല്ലായിട്ടുള്ള റസൂലുള്ള ഈ മണ്ണോട് പോയിട്ട്. ആ ചിന്തയും തിരിച്ചറിവും ഒരു ഉമ്മത്തിന്റെ ഹൃദയത്തിൽ എന്ന് കയറുന്നോ അവർക്ക് ഹിജ്റയുടെ പാഠം ഉൾക്കൊള്ളാൻ പറ്റൂ. അതുകൊണ്ടാ ലോകത്തിന്റെ നബിത്തങ്ങൾ ഓർമ്മപ്പെടുത്തിയതും ഹിജ്റ കേവലം ഒരു യാത്രയല്ല, ഹിജ്റ ഒരു വർഷത്തിന്റെ പേര് മാത്രമല്ല, ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും അതിനേക്കാളേറെ ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും അള്ളാന്റെ ഹബീബിനെ സ്നേഹിച്ച ഒരു ഉമ്മത്തിന്റെ യാത്രയാ. നഗ്നപാതകത്തോടു കൂടി ഇന്നത്തെ കാലഘട്ടത്തിൽ സൂപ്പർ സോണിക് അതല്ലെങ്കിൽ അത്രയേറെ തീവണ്ടിയിൽ അവർക്ക് യാത്ര ചെയ്താൽ പോലും 2 മണിക്കൂർ എടുക്കും മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്താൻ. ബസ്സിലാണെങ്കിൽ 10 മണിക്കൂറിലധികം. പരന്നു കിടക്കുന്ന മരുഭൂമിയിൽ ഇന്ന് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പെട്രോൾ പമ്പുകളും അതല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇതൊന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ ആ മണലാരണ്യത്തിലൂടെ കിട്ടിയ പാളകൾ കാലിന്റെ അടിയിൽ കെട്ടിവെച്ചിട്ടും ഈത്തപ്പനതാര് കൊണ്ട് കാലിന്റെ അടിയിലേക്ക് വെച്ചിട്ടും കാൽഭാഗം പൊള്ളിപ്പൊളിഞ്ഞിട്ടും പാറിപ്പറന്ന മുടിയും പട്ടിണി കടന്നിട്ടും അന്നവർ ചെയ്ത യാത്രയാ അള്ളാഹുവിന്റെ നബിത്തങ്ങൾ പഠിപ്പിച്ച ഹിജ്റ എന്ന പാഠം. ആ പാഠം ഉൾക്കൊള്ളാൻ ആ മുസ്ലിം ഉമ്മത്തിനോട് ഈ വർഷം മുസ്ലിം ഉമ്മത്തിന് കാണിച്ചു കൊടുത്ത ഉമർ ഇബ്നുൽ ഖത്താബ് പോലും ഓർമ്മപ്പെടുത്തിയത്, മനുഷ്യര് ചിന്തിക്കട്ടെ, വർഷം കഴിഞ്ഞു പോകുമ്പോ അവരായുസ് തീരുകയാ, ദിവസം പോകുകയല്ല, ആയുസ് തീരുകയാണെന്ന് ചിന്തിക്കാൻ വേണ്ടി. ആ തിരിച്ചറിവോടെ ഹിജ്റയെ ഉൾക്കൊള്ളുന്ന, ഹിജ്റയുടെ ഏറ്റവും വലിയ സന്ദേശമായ തൗഹീദിന്റെ സംരക്ഷണം അതെന്റെ ജീവിതത്തിലൂടെ ഞാൻ പ്രാവർത്തികമാക്കും എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. നാം മിണ്ടാതിരുന്നാലോ അല്ലെങ്കിൽ പാരമ്പര്യം പറഞ്ഞിരുന്നാലോ നമ്മൾ ഇനിയും ജാറത്തിങ്കൊക്കെ പോകും, ഇനിയും മന്ത്രിച്ചൂതാൻ നിൽക്കും, ഇനിയും വെള്ളം കുടിക്കാൻ നിൽക്കും, ഇനിയും അത്തരത്തിലുള്ള നാഗൂരും അജ്മീരും മുത്തുപ്പേട്ടയും ഉള്ളാളും തുടങ്ങി കേരളത്തിന്റെ കബർ പറമ്പുകളിലേക്ക് നിരന്നു നിന്ന് ജാറങ്ങളിലേക്ക് തീർത്ഥയാത്രകൾ സംഘടിപ്പിച്ചിട്ടും ആനയിന്നള്ളിപ്പിന്റെ ആഘോഷത്തിൽ നടത്തിയിട്ടും അതിന്റെ പൂരപ്പറമ്പിനേക്കാൾ ഗംഭീരമാക്കുന്ന പറമ്പുകളിലേക്ക് ചെന്ന് നമ്മളതങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കും. അത് ഹിജ്റയോടന്നല്ല, ഹിജ്റക്ക് വേണ്ടി ജന്മം കൊണ്ട് ജീവിതത്തിലേക്ക് പുറപ്പെട്ട പ്രവാചകനോടും ആ ഉമ്മത്തിനോടും ചെയ്യുന്ന പാപമാ. ആ തിരിച്ചറിവാണ് ഹിജ്റയുടെ പാഠം. അങ്ങനെ പ്രവാചകനെ സ്നേഹിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഉസീക്കും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നു പോകരുത് എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ലോകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആദ്യം വിഘടിച്ചു നിന്നവരാണ് ഖവാരിജികൾ. ഖവാരിജികൾ പ്രവാചകനെ തൊട്ട് വിഘടിക്കാനുള്ള കാരണം ഇസ്ലാമിന്റെ പേരിൽ ആദ്യമുണ്ടായ തമ്മിൽ തല്ല് ഇസ്ലാമിക ലോകത്തെ രേഖപ്പെടുത്തിയത് ഖവാരിജികളുടെ പ്രവർത്തനം കൊണ്ടാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്താകുകയും കൊല്ലപ്പെടുകയും അടുത്ത ഖലീഫ ആര് എന്ന ഒരു ചർച്ച നടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിർവാഹമില്ലാതെ ഉമറിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിക്കേണ്ടി വന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾ
മുനാഫിക്കീങ്ങൾ അവർ പെട്ടെന്ന് തന്നെ ഒരു കക്ഷി ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, അടുത്ത ഖലീഫ അലി ആവണം. പ്രവാചകനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഉമർ കഴിഞ്ഞാൽ അലിയാണ്. കാരണം സുദ്ദീഖുൽ അക്ബറിന്റെ മകള് ആയിഷ ബീവിനെ റസൂൽ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഉമർ ബിൻ ഖത്താബിന്റെ മകൾ ഹഫ്സയെയും റസൂൽ കല്യാണം കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് ഇനിയും ചേർന്ന് നിൽക്കാൻ പറ്റിയത് അലിയാണ് എന്നൊരു വാദം അവരവിടെ കൊണ്ടുവന്നു. ആ ഖവാരിജികൾക്ക് ഒരു പ്രത്യേക ലക്ഷ്യം ഉണ്ടായിരുന്നു. മുസ്ലിം ഉമ്മത്തിനെ ഭിന്നിപ്പിക്കണമെങ്കിൽ മുസ്ലിം സമൂഹത്തിനിടയിൽ കക്ഷികൾ ഉണ്ടാക്കണം. ആ കക്ഷിത്വം ഉണ്ടാക്കാൻ വേണ്ടി അവർ കൊണ്ടുവന്നൊരു വാദമായിരുന്നു അലിയുൻ വലിയുള്ള. പ്രവാചകന് വേണ്ടി ഹിജ്റയിൽ പോലും മരണം വരിക്കാൻ തയ്യാറായ റസൂലിനെ അല്ലാഹുത്താല കാണിച്ചു കൊടുത്ത റസൂലിന്റെ പകരക്കാരൻ അലിയാണ്. അതുകൊണ്ട് അലിയെ അടുത്ത ഖലീഫയാക്കണം. പക്ഷെ ഉമർ ബിൻ അൽ ഖത്താബ് രേഖപ്പെടുത്തിയ നിയമപ്രകാരം അവിടെയുള്ള ഷൂറ അംഗങ്ങൾ കൂടിച്ചേരുകയും അവർ ഖലീഫയായി തെരഞ്ഞെടുത്തത് ഉസ്മാൻ ബിൻ അഫ്ഫാനെയുമായി. ഇതോടെ ഖവാരിജികൾ നേരെ പരസ്യമായി പ്രതിഷേധിച്ചിട്ട് പറഞ്ഞു, ഉസ്മാൻ ബിൻ അഫ്ഫാനെ ഞങ്ങൾ അംഗീകരിക്കൂല, അലിയെ ഞങ്ങൾ അംഗീകരിക്കൂ. ആ ഖവാരിജികളാണ് ലോകത്ത് പിന്നീട് ഷിയാക്കളായിട്ട് വളർന്ന്. ഷിയാക്കളുടെ വാദം ഇന്നും അതന്യ, അലിയും വലിയുള്ള. ജിബ്രീലിന് ആള് മാറിപ്പോയതാണ്, പ്രവാചകന് മുമ്പേ അതല്ലെങ്കിൽ പ്രവാചകത്വം കിട്ടേണ്ടത് അലിക്കായിരുന്നു, അതുകൊണ്ട് അലി അംഗീകരിക്കാത്ത ഒരിടപാടിനും ഞങ്ങളില്ല എന്ന് വാദിച്ച് അലി പക്ഷക്കാരായി കൂടി ഇവര്. പക്ഷെ അലി ബിൻ അബി ത്വാലിബ് പോലും അവരുടെ വാദത്തെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. മുസ്ലിം ഉമ്മത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ അതൊരു നല്ല അവസരമാണെന്ന് ബോധ്യപ്പെട്ടവർ ആരാണ് ഈ ഖവാരിജികൾ? പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലുള്ള ലാത്തയുടെ കവറൊക്കെ ഒന്ന് ആഘോഷിക്കണം എന്ന് ചിന്തിക്കുന്ന അക്കൂട്ടര്. പക്ഷെ ഉമറിന്റെ കാലഘട്ടമാകുമ്പോഴേക്കും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഉമർ ഉപദ്രവിക്കോ എന്നുള്ള പേടിയുണ്ട്. ആ പാരമ്പര്യ വിശ്വാസമൊക്കെ നെഞ്ചിന്റെ ഉള്ളിൽ മാത്രം കൊണ്ടടന്ന് വേഷം കെട്ടി മുസ്ലിങ്ങളായിട്ട് വന്ന കൂട്ടര് അലിയുടെ പക്ഷക്കാരായി മാറിയതോടുകൂടി അവര് ആ അലിന്റെ പക്ഷത്ത് ചേർന്ന് നിന്നിട്ട് ചില ആചാരങ്ങൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു. അതിൽപ്പെട്ട ആചാരത്തിന്റെ ഒന്നാം സ്ഥാനത്തുള്ളത് അന്ന് അവര് മൂടി വെച്ചിരുന്ന ആ ഖബർ വിശ്വാസം അവരിതിന്റെ പേരിൽ വീണ്ടും അവതരിപ്പിക്കാൻ തുടങ്ങി. ഷിയാക്കളാണ് ലോകത്ത് ആദ്യമായി ഖബർ വിശ്വാസം കൊണ്ടുവന്നത്. ഇന്നും ലോകത്ത് ഷിയാക്കളെ അത്ര ഖബർ പൂജ നടത്തുന്നവര് ലോകത്ത് വേറില്ല. ആ ഷിയാക്കൾ പറയുന്നത് അലിയാണ് ഞങ്ങളുടെ നേതാവ്, അലിയും വലിയുള്ള. ആ വലിയമാര് മുഖേനയൊക്കെ അള്ളാന്റെ അടുത്തേക്ക് എത്താൻ പറ്റും. അതുകൊണ്ട് വലിയകളെ നമുക്ക് എന്താക്കാം, അള്ളാന്റെ അടുത്തേക്ക് അടുപ്പിക്കാൻ സ്വീകരിക്കാം. ആ ഖവാരിജത്വത്തിൽ നിന്ന് തുടങ്ങി ഷിയാക്കളായി ഇന്ന് ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് ആ ഷിയാക്കൾ പടരാൻ തുടങ്ങി. ഇന്ന് കേരളക്കരയിലും ആ ഷിയ വിശ്വാസം എത്തി. ഇന്നല്ല, വർഷങ്ങൾക്ക് മുൻപേ. എന്തുകൊണ്ട് ഇത് ഷിയാക്കളുടെ വാദമാണെന്ന് നമ്മൾ പറയാനുള്ള കാരണം ഇതൊരു ആരോപണമല്ല. കേരളത്തിലെ മാസങ്ങളിൽ മുഹറം മാസം അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട യുദ്ധം നിഷിദ്ധമാക്കിയ 4 മാസങ്ങളിൽ ഒന്നാണ്. ആ മുഹറം മാസത്തെ പറ്റി അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയത് പവിത്രമാക്കപ്പെട്ട മാസം പേരുകൊണ്ട് പോലും. പക്ഷെ ഈ മുഹറം മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ ദുശ്ശഗുണത്തിന്റെ ദിവസമായി ഷിയാക്കൾ അനുഭവിക്കുന്നു. ദുശ്ശഗുണത്തിന്റെ മാസമായി ഷിയാക്കൾ രേഖപ്പെടുത്തുന്നു. ഷിയാക്കൾക്ക് മുഹറം 1 മുതൽ 10 വരെ കണ്ണീരിന്റെ ദിവസം. അവർ ഈ കുത്തിയിട്ട് ശരീരമൊക്കെ മുറിപ്പെടുത്തിയിട്ട് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ കുത്തറാത്തീപ് മേലൊട്ടാകെ മുറിവ് വരുത്തും, അവർ രക്തം ചിന്തും. അതിനവർ പറയുന്ന കാരണം എന്താ? മുഹറം 1-ന്റെയും 10-ന്റെയും ഇടയിലാണ് ഞങ്ങളുടെ നേതാവ് അലിയുടെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കർബലയിൽ വെച്ച് ആളുകൾ കുത്തിക്കൊന്നതും വെട്ടിക്കൊന്നതും രക്തം ചിന്തിയതും. അതുകൊണ്ട് 1 മുതൽ 10 വരെ ഞങ്ങൾ രക്തം ചിന്തും. ആ ചിന്ത കേരളത്തിലെ ചില കലണ്ടറുകളിലും എത്തി. ഇതേ ജാറ വ്യവസായവും മഖ്ബറ പൂജയും നടത്തുന്ന കേരളത്തിലെ ചില ആളുകൾക്ക് മുഹറം 1 മുതൽ 10 വരെ ദുശ്ശഗുണത്തിന്റെ ദിവസം. ഉദ്ഘാടനം നടത്താൻ പാടില്ല, വീട്ടുകൂടൽ നടത്താൻ പാടില്ല, കല്യാണം പോലും നടത്താൻ പാടില്ല. കാരണം മുഹറം 1-ന്റെയും 10-ന്റെയും അടുക്ക് നടത്തണ്ടോ എന്നാ പറയാ. ഇസ്ലാമികപരമായിട്ട് യാതൊരു തെളിവില്ലാത്ത സ്വന്തം മകൻ ഇബ്രാഹിം പെട്ടെന്ന് മരണപ്പെട്ടപ്പോ ആ കുഞ്ഞിന്റെ മരണം കണ്ട് അന്ന് സൂര്യന് ഗ്രഹണം ബാധിച്ചപ്പോ ചിലർ പറഞ്ഞു റസൂലിന്റെ മകൻ ഇബ്രാഹിം മരിച്ചിട്ടാ സൂര്യന് ഗ്രഹണം ബാധിച്ചതെന്ന്. നബി തങ്ങൾ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന് മകന്റെ മയ്യത്തിന്റെ അരികിൽ വെച്ചിട്ട് പറഞ്ഞു, ഒരാളുടെ ജനനം കൊണ്ടോ മരണം കൊണ്ടോ ഒരു ദിവസത്തിനും ഇസ്ലാമിൽ പ്രത്യേകതയില്ലട്ടോ. ആ പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികളിൽപ്പെട്ട ചിലരാ ഈ 10 ദിവസം ദുശഗുണത്തിന്റെ ദിവസം, ഈ 10 ദിവസം അങ്ങനത്തെ ഇടങ്ങേറിന്റെ ദിവസം, ആശുറാവ് നോമ്പ് പോലും നോക്കുന്നതിനേക്കാളേറെ ഈ 10 ദിവസം കരഞ്ഞിട്ടും കണ്ണീരായിട്ടും ഇത് നേർക്ക് നേരെ കണ്ടൊരു വ്യക്തിയും കൂടിയാ ഞാൻ. അള്ളാഹുവിന്റെ അനുഗ്രഹപ്രകാരം ഇസ്രായേലിലും അതോടൊപ്പം ഫലസ്തീനിലേക്കും യാത്ര ചെയ്യാൻ പറ്റിയപ്പോ
ആ ഫലസ്തീനിന്റെ ചില പള്ളികളിലൊക്കെ മുഹറം മാസത്തിൽ കാണിച്ചു കൂട്ടുന്ന വിവരക്കേടുകളും അതിന്റെ ഒരു പതിപ്പ് കേരളത്തിന്റെ പല ഭാഗത്തും നമുക്ക് കാണാനും പറ്റും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കാത്ത ഈ ഒരു ദുശ്ശകുന വിശ്വാസം ഇസ്ലാമിലില്ല. മറിച്ച് ഈ 10 ദിവസങ്ങളിൽ ആശൂറാ നോമ്പും താസുആ നോമ്പും അത് നോൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പ്രവാചകൻ മദീനയിലെത്തിയപ്പം മദീനയിലുള്ള ചില ആളുകൾ ഈ മുഹറം മാസത്തിന്റെ 10ന്റെ അന്ന് വല്ലാണ്ട് അങ്ങനെ നോമ്പ് നോൽക്കുന്നു, അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നു ജൂതന്മാര്. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, സഹാബാക്കളോട് റസൂൽ ചോദിച്ചു, എന്താ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? സഹാബാക്കൾ പറഞ്ഞു, നബിയെ, ജൂതന്മാര്, ആ ജൂതന്മാരായ ആളുകൾ മൂസാ നബി രക്ഷപ്പെട്ടത് ഇന്നാന്നും പറഞ്ഞു നോമ്പ് നോൽക്കുക. അവരുടെ മൂസാ പ്രവാചകൻ ഫിർഔനിൽ നിന്നും രക്ഷപ്പെട്ടത്, ചെങ്കടൽ പടർന്ന് രക്ഷപ്പെട്ടത് മുഹറം 10നാണ് അന്ന്, അതുകൊണ്ട് അവർ നോമ്പ് നോൽക്കുക. ഉടനെ നബി തങ്ങൾ പറഞ്ഞെങ്കിൽ അവരെക്കാൾ അത് നോൽക്കാൻ അർഹത എനിക്ക. സഹാബാക്കളോട് നോമ്പ് നോൽക്കാൻ കൽപ്പിച്ചു. അപ്പൊ മുസ്ലിങ്ങൾക്കും നോമ്പ്, ശത്രുക്കളായ ജൂതന്മാർക്കും നോമ്പ്. നബി തങ്ങൾ പറഞ്ഞു, അടുത്ത കൊല്ലം നമുക്ക് എന്ത് ചെയ്യാം, 9 നമുക്ക് നോൽക്കണം, 9ാമത്തെ നോമ്പും 10. കാരണം ജൂതന്മാരായിട്ട് നമുക്കൊരു വ്യത്യാസം ഉണ്ടാവണം. പക്ഷെ അടുത്ത വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി മുഹറത്തിന്റെ മുൻപ്. അതുകൊണ്ട് തന്നെ 9ഉം 10ഉം നോൽക്കണം എന്ന് പറയുന്നത്. ആ നോമ്പിന്റെ പ്രത്യേകത അഫ്ളലു സിയാമി ബഅദ റമളാൻ, റമളാനിന് ശേഷം അള്ളാഹുവിന് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട നോമ്പ് ഷഹറുല്ലാഹിൽ മുഹറം, അള്ളാന്റെ മാസമായ മുഹറത്തിലെ നോമ്പാണ്. യുകഫിറു സനത്തൽ മാളിയ, കഴിഞ്ഞ കാലങ്ങൾ അത്രയും അവൻ ചെയ്ത പാപങ്ങൾ പൊറുക്കാൻ ആ നോമ്പ് കാരണമാകും. ആ നോമ്പ് മറക്കാതെ ജീവിതത്തിൽ പകർത്തുക, നോൽക്കാൻ ശ്രദ്ധിക്കുക, നോൽപ്പിക്കാനും ശ്രദ്ധിക്കുക. മക്കളെ കൊണ്ട് ഈ ഗൗരവവും ചരിത്രമൊക്കെ ഒന്ന് തലമുറക്ക് പറഞ്ഞു കൊടുക്കുക. ഹാപ്പി ന്യൂ ഇയറിനേക്കാൾ നമുക്ക് ഹിജ്റയിൽ ആ പാഠം, ഹിജ്റയോളം മനോഹരമായ ഒരു ചരിത്രം വേറല്ലാന്നും, ഹിജ്റ ഒരു തവണ മനസ്സിരുത്തി വായിച്ച ഒരാഴ്ച കരയാൻ അതിൽ ചരിത്രം ഉണ്ടെന്നൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം വളരുന്ന തലമുറക്കും ഈ സമൂഹത്തിലുള്ള കുടുംബങ്ങൾക്കും. ആ തിരിച്ചറിവോടെ ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള പാപങ്ങളെല്ലാം പുറത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ അള്ളാഹു നമ്മളെ ഒരുമിപ്പിച്ചു കൂട്ടുമാറാകട്ടെ. നാദാ, മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് റബ്ബേ. മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ സങ്കടത്തോടെ ജീവിക്കുന്നവർ ഞങ്ങളെ കൂട്ടത്തിലുണ്ട് നാദാ. എല്ലാ അസുഖങ്ങളും എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ നീ തൗഫീക്ക് നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അള്ളാഹുവെ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. മരണപ്പെട്ടു പോയ രക്ഷിതാക്കൾ, സഹോദരിമാർ, മക്കൾ എല്ലാവരുടെയും ഖബർ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി സ്വർഗ കവാടം കൊണ്ട് ഓരോ ഖബറിൽ കിടക്കുന്നവരോട് നീ കാരുണ്യം കാണിക്കണമേ നാദാ. ഇന്നും അസുഖം ബാധിച്ച് ഹോസ്പിറ്റലുകളിൽ വേദനയോടെ ജീവിക്കുന്നവരുണ്ട് നാദാ. ഏറ്റവും ഹൈറായ ഒരു ശമനം നൽകി ഓരോരുത്തർക്കും ക്ഷമിക്കാനുള്ള കഴിവും അങ്ങേയറ്റത്തെ ക്ഷമയും നീ നൽകിയവരോട് കാരുണ്യം കാണിക്കണമേ. ഗർഭം ധരിച്ചതിന്റെ പേരിൽ ഏറെ ബുദ്ധിമുട്ടോടുകൂടി ജീവിക്കുന്നവരുണ്ട്, നഷ്ടപ്പെട്ടു പോകുമെന്ന ഭയത്തിൽ ജീവിക്കുന്നവരുണ്ട്, വസിയത്ത് തന്നവരുണ്ട് നാദാ. ഹൈറായ നിലക്ക് ആരോഗ്യം കൊണ്ടും കുടുംബം കൊണ്ടും മക്കളെ കൊണ്ടും ബർക്കത്ത് ലഭിക്കുന്ന ഒരു കുടുംബമാക്കാൻ എല്ലാവർക്കും നീ തൗഫീക്ക് നൽകണമേ. കടബാധ്യതയിൽപ്പെട്ടവരുണ്ട് നാദാ. ഹറാമായ പലിശ പോലെയുള്ള ഇടപാടിൽ അബദ്ധം കൊണ്ട് പെട്ടുപോയവരുണ്ട്. അതിൽ നിന്നെല്ലാം ശുദ്ധമായി ഹലാലായ നിലക്ക് ബാധ്യതകളില്ലാതെ ജീവിച്ചു മരിക്കാൻ ഓരോരുത്തർക്കും തൗഫീക്ക് നൽകണമേ. പ്രവാസ ലോകത്തെയും അറബ് രാഷ്ട്രങ്ങളെയും അള്ളാഹുവെ നീ സംരക്ഷിക്കുകയും സഹായം നൽകുകയും ചെയ്യണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.